ജീവിതം തകർത്തതിന്റെ പക വീട്ടാനാണ് കൊല നടത്തിയതെന്ന് തിരുവാതുക്കൽ ഇരട്ടക്കൊലപാതക കേസ് പ്രതി അമിത്. മോഷണക്കേസ് പരാതി പിൻവലിക്കാത്തതും പെൺസുഹൃത്ത് ഉപേക്ഷിച്ചതും വിജയകുമാറിനോടുള്ള വൈരാഗ്യം കൂട്ടിയെന്ന് പ്രതി പോലീസിനോട്. മൊഴിയുടെ വിശദാംശങ്ങൾ പുറത്ത്. കൂടുതൽ വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ഗോകുൽ രമേശ് ചേരുന്നു. ഗോകുൽ, പ്രതി ഇപ്പോൾ കുറ്റം സമ്മതിച്ചിരിക്കുകയാണ്. ഇന്ന് തെളിവെടുപ്പുണ്ടാകുമോ? അഖില, ഇന്നും തെളിവെടുപ്പ് തുടരുമെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഏറെ പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ പ്രതിയെ ചോദ്യം ചെയ്തതിൽ നിന്നും നിർണായകമായിട്ടുള്ള പല മൊഴികളും ഈ കുറ്റവാളിയായിട്ടുള്ള അമിത് തുറാങ് പോലീസുമായിട്ട് പങ്കുവച്ചു എന്നുള്ളതാണ്. അതായത് ഈ കൊലപാതകത്തിന്റെ കാരണമടക്കം കൃത്യമായിട്ട് പോലീസിനോട് പ്രതി വിവരിക്കുകയും ചെയ്തിട്ടുണ്ട്. തന്റെ ജീവിതം തകർത്തതിന്റെ പക വീട്ടാനാണ് കൊല നടത്തിയതെന്നാണ് പ്രതി പ്രധാനമായിട്ടും പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. ഫോൺ മോഷണ കേസിൽ പരാതി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും ഈ വിജയകുമാർ ചെവിക്കൊണ്ടിരുന്നില്ല. ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം വീണ്ടും വിജയകുമാറിനെ പോയി കണ്ടിരുന്നു. ഈ താൻ ജയിലിലായിരുന്ന വേളയിൽ തന്റെ പെൺസുഹൃത്ത് തന്നെ ഉപേക്ഷിച്ചു പോയതും അവരുടെ ഗർഭം അലസിയതും ഒക്കെ തന്നെ ഈ വിജയകുമാറിനോടും കുടുംബത്തിനോടും വൈരാഗ്യം കൂടാനായിട്ട് കാരണമായിട്ടുണ്ട്. അതൊക്കെ തന്നെയാണ് കൊലപാതകത്തിലേക്ക് നയിക്കാൻ തന്നെ പ്രേരിപ്പിച്ചത് എന്നുള്ളതാണ് അമിത് തുറാങ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ഈ കൊല നടത്താൻ ആരുടെയും സഹായം ലഭിച്ചിട്ടില്ലെന്നും താൻ ഒറ്റയ്ക്കായിരുന്നു ഈ കുറ്റകൃത്യങ്ങളെല്ലാം നടത്തിയിരുന്നതെന്നും പ്രതി സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം ഇന്നും പ്രതിയെ വിശദമായിട്ട് ചോദ്യം ചെയ്യുമെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഒപ്പം ഇന്നും തെളിവെടുപ്പുകൾ കൂടി നടത്താനുണ്ട്. അതായത് ഈ പ്രതി കോട്ടയത്ത് വന്ന് താമസിച്ച ഒരു ലോഡ്ജ്, അതോടൊപ്പം തന്നെ ഈ കൊല ചെയ്യാൻ ഉപയോഗിച്ച ആയുധം വാങ്ങാൻ കട എന്നിവിടങ്ങളിലായിരിക്കും ഇന്ന് തെളിവെടുപ്പ് നടത്തുന്നുണ്ടാവുക. ആ തെളിവെടുപ്പ് കൂടി നടത്തിയതിനു ശേഷം, പൂർത്തിയായതിനു ശേഷം പ്രതിയെ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കും. അതിനുശേഷം ഒരുപക്ഷെ റിമാൻഡിലേക്ക് പോകാനാണ് സാധ്യത. റിമാൻഡിൽ പോയതിനു ശേഷം പിന്നീട് പോലീസ് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി തുടർ ചോദ്യം ചെയ്യലുകളും തുടർ തെളിവെടുപ്പുകളും ഒക്കെ തന്നെ നടത്താനാണ് ഇപ്പോൾ തീരുമാനം. ഒപ്പം ഇന്നലെ നടത്തിയ തെളിവെടുപ്പിൽ ഏറെ പ്രധാനപ്പെട്ട തെളിവായിട്ടുള്ള ആ വീട്ടിലെ CCTV ദൃശ്യങ്ങൾ അടങ്ങിയിട്ടുള്ള DVR സമീപത്തെ ഒരു തോട്ടിൽ നിന്ന് കണ്ടെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ആ DVRിൽ നിന്നും ദൃശ്യങ്ങൾ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും പോലീസ് ഇന്ന് തന്നെ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ തൊട്ട് സമീപത്തുള്ള ഒരു പാലത്തിന് താഴെ നിന്നും ഒരു ഫോൺ കൂടി കണ്ടെടുക്കാനായി ഇന്നലെ സാധിച്ചിട്ടുണ്ട്. അതിലെ വിവരങ്ങളും പോലീസ് ശേഖരിക്കുന്നുണ്ടാവും. എന്തായാലും ഈ തെളിവുകളിൽ നിന്നും ദൃശ്യങ്ങളൊക്കെ വീണ്ടെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് കേസന്വേഷണത്തിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു തെളിവായിട്ട് മാറുമെന്ന് തന്നെയാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വളരെ വേഗത്തിൽ തന്നെ പോലീസ് നടപടികൾ പുരോഗമിക്കുകയാണ്. ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടി തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ശരി ഗോകുൽ, വ്യക്തമാണ്. ജീവിതം തകർത്തതിന്റെ പക വീട്ടാനാണ് കൊല നടത്തിയത്. തിരുവാതുക്കൽ ഇരട്ടക്കൊലപാതക കേസ് പ്രതി അമിത് മൊഴി നൽകിയിരിക്കുകയാണ്. വിശദാംശങ്ങൾ നൽകിയത് കോട്ടയത്ത് നിന്ന് ഗോകുൽ രമേശാണ്.